മാനാഞ്ചിറ അയ്യപ്പൻ വിളക്കുത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ മുതൽ തുടങ്ങിയ ചടങ്ങുകളിലും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിലും നിരവധി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും പങ്കെടുത്തു. ഇത്തവണ 62ാമത് വർഷമാണ് അയ്യപ്പൻ വിളക്ക് നടത്തിയത്. അയ്യപ്പസ്വാമിക്ക് ശരണം വിളിച്ച് കർപ്പൂര തീച്ചൂടിൽ പുണ്യം പകർന്ന് മാനാഞ്ചിറ അയ്യപ്പൻ വിളക്ക് ഉത്സവം ഭക്തിസാന്ദ്രമായി. അയ്യപ്പൻ വിളക്കിലും പാലക്കൊമ്പ് എഴുന്നള്ളത്തിലും പങ്കെടുക്കാൻ ഭക്തർ ഒഴുകിയെത്തി. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് കലശം എഴുന്നള്ളത്തും നടന്നു. ഭദ്രകാളി ക്ഷേത്ര മാതൃസമിതിയുടെയും ഭക്തിഗാനസുതയും ശ്രീനാരായണ ഭജന സംഘം വനിതാ വിഭാഗത്തിന്റെ ലളിത സഹസ്രനാമ ജപവും ഉച്ചപൂജയ്ക്ക് ശേഷം ഭക്തിഗാനമേളയും അരങ്ങേറി. തിരൂർ തെക്കുമുറി രവിസ്വാമിയും വിജയനും സംഘവുമാണ് അയ്യപ്പൻ വിളക്കിന് കാർമ്മികത്വം വഹിച്ചത്. തളി ക്ഷേത്ര പരിസരത്ത് പൂജയ്ക്ക് ശേഷം പാലക്കൊമ്പ് എഴുന്നള്ളത്ത് തുടങ്ങി. തിടംപേറ്റിയ ഗജവീരന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളത്ത്. ബാലികമാരും വീട്ടമ്മമാരും അടങ്ങുന്ന ഭക്തർ താലപ്പൊലിയേന്തി. ഗുരുസ്വാമി വെള്ളയിൽ, കടാക്കലത്ത് ബാലൻ സ്വാമി, പയ്യാനക്കൽ സുബ്രഹ്മണ്യ സ്വാമി എന്നിവർ ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിച്ചു. മീഞ്ചന്ത ബംഗ്ലാവ് പഞ്ചവാദ്യ സംഘമാണ് പഞ്ചവാദ്യം ഒരുക്കിയത്. പയ്യാനക്കൽ കുറ്റിയിൽ മണിസ്വാമിയാണ് കർപ്പൂരാഴിക്ക് കാർമ്മികത്വം വഹിച്ചത്. തുടർന്ന് അയ്യപ്പ പൂജയും അയ്യപ്പൻ പാട്ടും പൊലിപ്പാട്ടും നടന്നു. മുത്തുമാരിയമ്മൻ ക്ഷേത്ര പരിസരത്തു നിന്ന് പാൽക്കിണ്ടി എഴുന്നള്ളത്തും നടന്നു. പുലർച്ചയോടെ തിരിയൊഴിച്ചിലും കനലാട്ടവും വെട്ടും തടവും ഗുരുതി തർപ്പണവും നടത്തിയാണ് ചടങ്ങുകൾ പൂർത്തിയായത്. അയ്യപ്പൻ വിളക്ക് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MP പ്രദീപ് കുമാർ, ജനറൽ സെക്രട്ടറി PS സജൻ, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ, R ജയന്ത്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.